43 ലക്ഷം രൂപക്കാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ ഇന്റീരിയർ അടക്കം 43 ലക്ഷം രൂപ തന്നെയാണ് കേട്ടോ. നമ്മളിത് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ പോലെ തന്നെ നമ്മുടെ ഇമാനുവൽ ബിൽഡേഴ്സ് അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ ഇന്റീരിയറും ചെയ്തിട്ടുള്ളത്. ഹലോ, ഹൈസം വ്ലോഗിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ നമ്മളുള്ളത്. ഇമാനുവൽ ബിൽഡേഴ്സ് മനു ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് 4 ബെഡ്റൂമോട് കൂടിയിട്ട് ഇരുനിലയിലായിട്ട് നിർമ്മിച്ച വീടിന്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അടിപൊളിയായിട്ട് കോമ്പൗണ്ട് വോളും ഗേറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5 സെന്റ് പ്ലോട്ടിലാണ് നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കിയാൽ ഇന്റർലോക്കിൽ പെയിന്റിംഗ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇടക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റം കാണാൻ തന്നെ 130 രൂപയാണ് കേട്ടോ ഈ ഒരു സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത്. നമ്മൾ ഗേറ്റ് തുറന്നിട്ടേ നേരെ കയറി വരുന്നതന്നെ നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ. സിറ്റ് ഔട്ടിലോട്ട് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിലും നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ബോർഡറിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അവിടുന്ന് നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഇവിടെ ഇടതുവശത്തായിട്ട് നോക്കിയാൽ ജസ്റ്റ് നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിക്ക് തന്നെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് കൊളോണിയൽ സ്റ്റൈലാണ് കേട്ടോ. ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. മെയിൻ ആയിട്ട് ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വീടിന്റെ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിലായിട്ട് തന്നെ ഒരു വുഡൻ തീം വന്നപ്പോൾ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. ഒരു കൊളോണിയൽ സ്റ്റൈലാണ് വീട് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ലോ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഭാഗത്തൊക്കെ ഓടാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്രേ ഷെയ്ഡിൽ പെയിന്റിംഗ് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരോ ഭാഗത്തായിട്ട് ടെക്സ്റ്റൈൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സെയിം കളറിലും വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രിക്ക് സ്റ്റോൺ ഒക്കെ കൊടുത്ത പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റൈൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹൗസ് വാമിങ്ങിന്റെ ഒരു 2 മണിക്കൂർ മുന്നാണ് കേട്ടോ നമ്മളിപ്പോ ഈ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. സോ അതിന്റേതായ കുറച്ചുള്ള വർക്കുകളും കാര്യമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറി വരുമ്പോഴേ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ ഈ ഒരു പാർക്കിങ്ങിന്റെ സൈഡ് പറഞ്ഞില്ലേ അവിടെ നോക്കുകയാണെങ്കിലും 2 പില്ലേഴ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇടക്കായിട്ട് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് 2 പില്ലേഴ്സ് വരുന്നുണ്ട്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത്. മെയിൻ ആയിട്ടും ടെക്സ്റ്റൈൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാണ് കേട്ടോ ഈ വീട് മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു 3 ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മെയിൻ ഡോറിലോട്ട് വരികയാണെങ്കിൽ 4 വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ്. പ്ലാവിന്റെ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതുപോലെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് 2 സ്റ്റീലിന്റെ ഹാൻഡിൽസ് ഒക്കെ വന്നിട്ട് ഒരു മൊത്തത്തിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്ന ഒരു ഡോർ തന്നെയാണ്. നമ്മളിതേ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ പോലെ തന്നെ നമ്മുടെ ഇമാനുവൽ ബിൽഡേഴ്സ് അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ ഇന്റീരിയറും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലോട്ട് കയറി വരുമ്പോഴേ നമ്മുടെ ഫ്ലോറിംഗിന്റെ കാര്യം നമ്മൾ എടുത്ത് തന്നെ പറയാൻ കേട്ടോ. നല്ല ഭംഗിയായിട്ട് കജാരിയന്റെ ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് 90 രൂപയാണ് വരുന്നത്. മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. കൂടാതെ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം സമാധാനം ഒക്കെ കിട്ടുന്ന തരത്തിൽ അടിപൊളിയായിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാർട്ടീഷനിൽ സെറ്റ് ചെയ്ത ഈ ഒരു അൾത്താറിനാണ് കേട്ടോ അതിന്റെ മെയിൻ കാരണം. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിന് അടിപൊളിയായിട്ട് വീട് ഏതൊരാളും കാണുമ്പോൾ എന്ത് ഭംഗിയായിട്ടാ ചെയ്തിരിക്കണമെന്ന് പറയുന്ന തരത്തിൽ വീട് ചെയ്തു കൊടുക്കലാണ് കേട്ടോ നമ്മുടെ ഇമാനുവൽ ബിൽഡേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത. നമ്മുടെ എക്സ്റ്റീരിയർ കാണുമ്പോഴേ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ പറയും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അതേപോലെ തന്നെ പുറത്തുനിന്ന് ഒരാൾ കയറി വരികയാണെങ്കിൽ നമ്മുടെ ഹാളിലേക്കാണ് വരിക. ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ അടുത്തുള്ള ആൾക്കാരല്ലേ പോയി കാണുള്ളൂ. അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു ഹാളിൽ ഇരിക്കുമ്പോൾ എന്ത് ഭംഗിയാലേ മൊത്തത്തില് ലൈറ്റും ഡിസൈനൊക്കെ കൊടുത്തിട്ട്. അപ്പൊ പറയൂലേ എന്ത് ഭംഗിയായിട്ട് അത് ചെയ്തിക്കണെന്ന്. ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഈ ഹാളിലെ ഡിസൈൻ ഒക്കെ വരുന്നത്. നമ്മുടെ ഹാളിലോട്ട് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ ലിവിംഗ് ഒന്നല്ല കേട്ടോ, അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ്. അടിപൊളി കളർ തീമിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു സോഫയാണ് കേട്ടോ. ഏകദേശം 47,000 രൂപയാണ് ഈ ഒരു സോഫ സീറ്റിനായിട്ടുള്ളത്. ഇത് പുറത്തുനിന്നല്ല കേട്ടോ, നമ്മുടെ ഇമാനുവൽ ബിൽഡേഴ്സിന്റെ ആണ്. നമ്മുടെ ഈ ഒരു സോഫയുടെ കളർ തീമിനോട് മാച്ച് ആക്കിക്കൊണ്ട് ഫുൾ കർട്ടൻ ആണ് കേട്ടോ ഇതേപോലെ കൊടുത്തിട്ടുള്ളത്. ടോട്ടലി ഈ വീട്ടിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം 20,000 രൂപയാണ്. ഇവിടെ നമ്മുടെ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിൽ ഒരു ടീ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഹോളിലെ മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സീലിംഗ് ആണെന്ന്. ജിപ്സം സീലിംഗ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗത്തായിട്ടും ലിവിംഗിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു കുഞ്ഞു LED ലൈറ്റ്സും മറ്റു
ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോ അടിപൊളിയായിട്ടില്ലേ കാണാന്. ഇനി നമ്മുടെ ഈ ഒരു സോഫ ഇരിക്കുന്ന ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വോളിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ലുവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാർബിൾ മൈക്കൊക്കെ കൊടുത്തിട്ട് പ്ലൈവുഡിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല ഇവിടെ മൊത്തത്തിൽ കബോർഡ്സും വാർഡ്രോബും കാര്യമൊക്കെ പ്ലൈവുഡിലാണ് വരുന്നത്. ഈ TV യൂണിറ്റ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ഒരു പാർട്ടീഷൻ വോള് അതേപോലെ തന്നെ കിച്ചന്റെ കബോർഡ്സ് വാർഡ്രോബും മൊത്തത്തിൽ 20 വർഷം വാറന്റി ഉള്ള സെഞ്ചുറിയൻ പ്ലൈവുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ TV യൂണിറ്റിന്റെ ഭാഗത്ത് കണ്ട പോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു പാർട്ടീഷൻ വോളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടും ഈ ഒരു ലൂവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒരു വുഡൻ വൈറ്റ് തീമിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ ഒക്കെ ആയിട്ടും സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇതുപോലെ ഡ്രോയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇതേമാതിരി തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് നോക്കാം. ഇവിടെ ടോട്ടലി 4 ബെഡ്റൂം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ബെഡ്റൂം ഈ 2 വശത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ നേരെ കാണുന്ന ഈ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ തീമിൽ വരുന്ന ഈ ഒരു വോളിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഈ ഒരു ഗോൾഡൻ ലൈൻസ് കൂടെ വന്നപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ടെക്സ്ചർ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിലായിട്ട് ഒരു വോൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടാണ് നമ്മുടെ ഡൈനിങ് ഏരിയന്റെ വരുന്നത്. ഡൈനിങ് ഏരിയന്റെ കൂടെ തന്നെ ഇവിടെ ഇതുപോലെ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ വരുന്നുണ്ട്, സ്റ്റെയറിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ലേ. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം ആണെന്ന് ഞാൻ പറയൂല കേട്ടോ. കാരണം നിങ്ങൾ ഈ ഒരു സീലിംഗിലൂടെ നോക്കിക്കേ, നല്ല ഭംഗിയായിട്ട് ഇവിടെ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് വെറും ഒരു ഡിസൈൻ അല്ല കേട്ടോ, ഇത് ഇതുപോലെ സിമെന്റിൽ ചെയ്തെടുത്തതാണ്, ജിപ്സ് അല്ല. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള വർക്കാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീലിംഗ് ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ ഒരു മെയിൻ ഷോളിലോട്ട് നോക്കുകയാണെങ്കിലും അവിടെയും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതേ നോക്കുകയാണെങ്കിൽ വിൻഡോസിലൊക്കെ കർട്ടൻ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത്. വൈറ്റ് ആൻഡ് വുഡ് തീം എന്നാണ് കേട്ടോ വരുന്നത്. സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ മിറർ യൂണിറ്റും കാണാം. നമ്മുടെ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. ഫ്ലോറിലായിട്ട് മുകളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഇതുപോലെ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്ത് നല്ല സൗകര്യത്തിൽ വരുന്ന ബാത്റൂം ആട്ടോ. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കുന്നത്. ഈ ബെഡ്റൂമും ആദ്യം കണ്ടില്ലേ, ആ ഒരു സെയിം ഡിസൈനിലൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ നമ്മുടെ ഷോള് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെ പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമ്മുടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതും സിമെന്റിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഒരു വുഡൻ തീമിൽ പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഗ്രേ ഷെയ്ഡിലും പെയിന്റിംഗ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു കോട്ട് വരുന്നുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ മിറർ യൂണിറ്റും വരുന്നുണ്ട്. നമ്മുടെ ഈ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും നോക്കില്ലേ. ഈ ബാത്റൂമിലായിട്ട് മറ്റൊരു കളർ കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത്. വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ ഡിസൈൻ ഒക്കെ? ഈ വീട് മൊത്തത്തിൽ ഇന്റീരിയർ അടക്കം ചെയ്യാനായിട്ടുള്ളത് 43 ലക്ഷം രൂപയാണ് കേട്ടോ. ആ ഒരു ബഡ്ജറ്റിന് ഈ വീട് എനിക്ക് ഭയങ്കര ഡബിൾ വർത്ത് ആയിട്ടാണ് തോന്നിയത്. കാരണം നല്ല അടിപൊളിയായിട്ട് ഡിസൈനും എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് 4 ബെഡ്റൂമിലല്ലേ വരുന്നത്, അതും 2000 സ്ക്വയർ ഫീറ്റിൽ. അപ്പൊ ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇമാനുവൽ ബിൽഡേഴ്സ് ആണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തോളിട്ടോ. ഒരു വീടിന്റെ A to Z കാര്യങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിപൊളിയായിട്ട് ചെയ്തുതരും. താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ. ഇവിടെ അല്ലേ ഈ ഒരു പാർട്ടീഷൻ വോള് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോളിലേക്ക് കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് വിസിബിൾ ആവുന്ന രീതിക്കല്ല കേട്ടോ ആ ഒരു സെറ്റിംഗ്സ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വാഷ് ഏരിയയിലോട്ട് വരികയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നാച്ചുറൽ സ്റ്റോൺ കൊടുത്തിട്ടാണ് കേട്ടോ ബാക്ക് വോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 290 രൂപയാണ് കേട്ടോ ഈ ഒരു സ്റ്റോണിന് സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത്. ഇതിലായിട്ട് ഇതുപോലെ അതേ റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ദെൻ താഴെയായിട്ട് ഇവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിലാണ് നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ തീം വന്നിട്ട് അടിപൊളിയായില്ലേ. ദെൻ താഴോട്ട് വരികയാണെങ്കിലും നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഡൈനിങ്ങിന്റെയും ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഒക്കെ ഈ ഒരു ഭാഗത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ നേരെ മുകളിലേക്ക് നോക്കിക്കേ, ഈ കാണുന്ന ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്, അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. അതേപോലെ തന്നെ ഇവിടുത്തെ മെയിൻ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ് ആണ് കേട്ടോ. ഇതും സിമെന്റിൽ തന്നെയാണ്. ആ നമ്മൾ വാർക്കുന്ന സമയത്ത്
സമയത്ത് തന്നെ കട്ടിങ് കൊടുത്ത് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ അത് നല്ല ഉദിച്ചു നിൽക്കുന്നത് ഈ ഒരു ലൈറ്റ്സ് ഒക്കെ കൊണ്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് കണ്ടില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പൺ കിച്ചന്റെ ഈ ഒരു എൻട്രൻസ് ഭാഗത്തായിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ ഈ ഒരു ഇമ്മാനുവൽ ബിൽഡേഴ്സിന്റെ വർക്കിൽ വരുന്നതല്ല കേട്ടോ. സോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു കിച്ചൺ നോക്കാം. കിച്ചണിലോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് ഇവിടെ ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന്റെ ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഒരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെയായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് തന്നെയാണ് വരുന്നത്. ഇനി അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വലിയൊരു ട്രോളി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ഐറ്റംസ് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഇനിയിപ്പോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെ ആയിട്ട് നോക്കുകയാണെങ്കിലും ഒരുപാട് ക്യാബിൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടും അല്ലാതെ ഒക്കെ വരുന്നുണ്ട്. ഒരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു കിച്ചൺ വരുന്നത്. അതിന്റെ കിച്ചണിന് പ്രത്യേക ഒരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിന്റെ കളർ കോമ്പിനേഷനും നമ്മുടെ കിച്ചന്റെ കളർ കോമ്പിനേഷനും ഒരേപോലെ ഉണ്ട്. നല്ല ഭംഗിയില്ല കാണാന്. അപ്പൊ കമന്റ് ചെയ്തോളിട്ടാ. അപ്പൊ ഇനി ഈ ഒരു ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ ചിമ്മിനി ഒക്കെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് മിനി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ കബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സി ടൈപ്പ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു റാക്ക് വരുന്നത്. ഇതിന് താഴെ ആയിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് പ്ലഗ് ട്രേ, പ്ലേറ്റ് ട്രേ തുടങ്ങിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു സിങ്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഫെസിലിറ്റീസ് ഒക്കെ വരുന്ന ടാപ്പ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ പാത്രം സ്റ്റാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ലിഫ്റ്റ് ഓവർ ആയിട്ട് വലിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഒരു കുഞ്ഞു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഡോർ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡോറിൽ ഇതുപോലെ ഗ്ലാസിന്റെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നേരെ കാണുന്ന തരത്തിൽ തന്നെ ഒരു കുഞ്ഞു സിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് വെക്കാവുന്ന രീതിക്ക് തന്നെ ഇതുപോലെയുള്ള ട്രേസ് ഒക്കെ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അടുപ്പിനുള്ള സ്പേസ് വരുന്നത്. കുഞ്ഞു അടുപ്പാണ്, നല്ല ഭംഗിയായിട്ട്. അതേപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ ഒക്കെ അത്യാവശ്യമുള്ള സ്പേസിന് മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം. അതിനായിട്ട് നമ്മുടെ ഹാൻഡ് റെയിൽ നോക്കുകയാണെങ്കിൽ മഹാഗണി വുഡിലും ടഫൻ ഗ്ലാസ്സിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനി നമ്മുടെ സ്റ്റെപ്പിലോട്ട് വരികയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കണ്ണാടി ബ്ലാക്ക് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു സ്റ്റെപ്പിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമ്മുടെ വുഡിന്റെ ആ ഒരു സ്റ്റെപ്പ് കാണാറില്ലേ, അതിലിങ്ങനെ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ കട്ടിങ് കൊടുക്കാറില്ലേ, അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ആ ഒരു ലൈറ്റും കൂടി വന്നപ്പോൾ സ്റ്റെയർ മെയിൻ ആയിട്ട് നല്ലോണം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 90 രൂപയാണ് കേട്ടോ ഈ ടൈലിന് വരുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റെയർ ഏരിയയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ വോളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രിന്റഡ് ഗ്ലാസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാന്. നമ്മൾ ഈ ഒരു മുകളിലെത്തി കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടാതെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഈ ഒരു ഗ്ലാസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നമുക്കൊരു പാർട്ടി ഹോളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓപ്പൺ ടെറസ് ഈ ഒരു ഭാഗത്താണ്. അവിടെയും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിംഗ് ആണ്. സോ ഇവിടെ കേട്ടോ ഒരു പാർട്ടി ഹോൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാൽക്കണി വരുന്നുണ്ട്. കൂടാതെ ഈ രണ്ട് വശത്തായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കില്ലേ, നമ്മൾ താഴെ കണ്ട ബെഡ്റൂം പോലെ തന്നെ ഏകദേശം സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ ആ ഒരു വോൾ പെയിന്റിംഗ് ഒക്കെ സെയിം ആണ്. ഇവിടെ നമ്മുടെ സീലിംഗിലായിട്ട് നോക്കിയാലും ഇതുപോലെ തന്നെ സിമെന്റിൽ നല്ല അടിപൊളിയായിട്ട് സീലിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇതിന് നടുക്കായിട്ട് ആ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടി വന്നാൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. കോട്ടിന് ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ ഒക്കെ വന്നിട്ട് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. നല്ല സൗകര്യത്തിൽ വരുന്ന ബാത്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ടൈല് ചേഞ്ച് വരുന്നുണ്ട്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയിൽ വരുന്ന ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ സ്ലോ പ്രൂഫ് ആയിട്ടാണ് വന്നത്. നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഓട് കൊടുത്ത ആ ഒരു ഭാഗം, അതാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിലായിട്ട് നോക്കുകയാണെങ്കിലും ഈ ഒരു ഭാഗം ആ സ്ലോ പ്രൂഫ് ആയിട്ടുള്ള ആ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ബെഡ്റൂം ഒക്കെ ഏകദേശം സെയിം ഡിസൈൻ ആണ്. നമ്മുടെ ഈ ഒരു വാർഡ്രോബ് ആണെങ്കിലും അതുപോലെ ഇവിടെ കോട്ട് കൊടുത്തിട്ടുണ്ട്, ഒക്കെ സെയിം ആണ്. നമ്മുടെ ഈ വോളിലെ വോൾ പെയിന്റിംഗ് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 4 ബെഡ്റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 4 റൂമിൽ വരുന്ന ബാത്റൂമും നല്ല സൗകര്യത്തിലാണ് വരുന്നത്. ടൈല് 4 ബാത്റൂമിലെയും ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫൈനലി നമ്മൾ ഇനി നമ്മുടെ ബാൽക്കണിയാണ് നോക്കാൻ വേണ്ടിട്ട്
പോകുന്നത്. അത്യാവശ്യം സൗകര്യത്തിൽ ചെയ്ത നല്ലൊരു ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ എൻഡിലായിട്ട് ഇതുപോലെ ഗ്ലാസ് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. വുഡ് വരുന്നുണ്ട്, മഹാഗണിയനാണ്, ടഫൻ ഗ്ലാസ്സും ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മുടെ പുറത്തേക്കുള്ള ഒരു വ്യൂ വന്നിട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഇതുപോലെ പ്രൊഫൈൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഓടിന് കൊടുത്തിട്ടുള്ള ഈ ഒരു പെയിന്റിംഗ് ഇല്ലേ, ലിക്കറിന് ഏകദേശം 1100 രൂപ വരുന്ന മെറ്റാലിക് പെയിന്റ് ആണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ പൂപ്പല് വരും, അതുപോലെ മഴ പെയ്താലൊന്നും ഒരു വിഷയം വരൂല കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ടോട്ടലി ഇന്റീരിയർ അടക്കം ഈ വീട് ചെയ്യാനായിട്ടുള്ളത് 43 ലക്ഷം രൂപയാണ് കേട്ടോ. വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മനോഹരമായ വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇമാനുവൽ ബിൽഡേഴ്സിനെ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.